Hello everyone, welcome to Sahagari Race Plus. This is our diabetes mellitus balance. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് സ്ക്രീനിങ് എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഡയബറ്റിസിൻ്റെ ടെസ്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കുന്നുണ്ട്. പ്ലസ് അതിൻ്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് സ്ക്രീനിങ് ഓഫ് ഡയബറ്റിസ് നോക്കാം. സോ ഫസ്റ്റ് വൺ യൂറിൻ എക്സാമിനേഷൻ ആണ്. അപ്പം നമ്മൾ യൂറിൻ എക്സാമിനേഷൻ എന്ന് പറയുമ്പം യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അതും 2 hours ആഫ്റ്റർ മീൽ കഴിച്ചിട്ട് 2 hours കഴിഞ്ഞിട്ടുള്ള യൂറിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രാക്ടീസ് ഫോർ ഡിറ്റക്റ്റിംഗ് കേസസ് ഓഫ് ഡയബറ്റിസ്. ഡയബറ്റിസിൻ്റെ കേസസ് നമ്മൾ മെഡിക്കൽ പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടെക്നിക്കാണ്, കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അപ്പോൾ എന്ത് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂറിനകത്ത് ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കാണും. സോ ആ ഒരു കണ്ടീഷനെയാണ് ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്നത്. അതായത് യൂറിനിൽ എന്ത് കാണും, ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കാണും. സോ അത് വെച്ചിട്ട് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയബറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് അത്ര കറക്റ്റ് അല്ലെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഇറ്റ് ലാക്ക് സെൻസിറ്റിവിറ്റി ലാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് നമ്മൾ അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല. സോ most studies now confirm that although glucose is found in urine in most severe cases of diabetes, it is often absent in milder form of diabetes. അതായത് മൈൽഡർ ആയിട്ടുള്ള കണ്ടീഷൻസിലൊന്നും ഇങ്ങനെ യൂറിനകത്ത് എന്ത് വരില്ല, ഗ്ലൂക്കോസ് വരാറില്ല. സോ അതുകൊണ്ട് നമുക്കിപ്പം മൈൽഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലുള്ള ആൾക്ക് ഡയബറ്റിസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ യൂറിൻ ടെസ്റ്റിന് പകരം നമ്മളിപ്പോൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ്. ഓക്കെ, സോ ഇനി അതാണ് നമ്മൾ നോക്കുന്നത് ബ്ലഡ് ഷുഗർ ടെസ്റ്റ്. സോ ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓറൽ ഗ്ലൂക്കോസ് ടെസ്റ്റ്. സോ അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം എന്താണ്, ഈ ഗ്ലൂക്കോസ് ടെസ്റ്റാണ്. അപ്പോൾ ഇതായിരിക്കും യൂറിൻ ടെസ്റ്റിനെക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് ആ പേഷ്യൻറ്റ് ഡയബറ്റിക് ആണോ, അതിപ്പം സിവിയർ ആവണമെന്നില്ല, മൈൽഡ് ആയാലും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആയാലും ഡയബറ്റിക് ആണോ എന്നറിയാൻ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മാസ് സ്ക്രീനിങ് പ്രോഗ്രാം ഹാസ് യൂസ്ഡ് ഗ്ലൂക്കോസ് മെഷർമെൻറ്റ്സ് ഓഫ് ഫാസ്റ്റിംഗ്, പോസ്റ്റ് പാർട്ടിയൽ ഓർ റാൻഡം ബ്ലഡ് സാമ്പിൾ. അതായത് നമുക്കൊന്നെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ, അതായത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ് ലെവൽ നോക്കാറുണ്ട്, അല്ലെങ്കിൽ റാൻഡമായിട്ട് എപ്പോഴെങ്കിലും. എന്നാലും ആ ഒരു ടൈമിൽ ഫുഡ് കഴിച്ചൊരു 1 hour അല്ലെങ്കിൽ 2 hour കഴിഞ്ഞിട്ടാണ് ഈ റാൻഡം ബ്ലഡ് സാമ്പിളും ചെയ്യുന്നത്. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എണീച്ച് ഒന്നും കഴിക്കാതെ എടുക്കുന്നതാണ് ഫാസ്റ്റിംഗ്. അത് കഴിഞ്ഞ് കഴിച്ചിട്ട് എടുക്കുന്നതാണ് ഈ പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് പറയുന്നത്. റാൻഡം എന്ന് പറയുന്നത് ഫുഡ് ഏത് സമയത്ത് വേണമെങ്കിലും, രാവിലെ തന്നെയല്ല, ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് റാൻഡം ബ്ലഡ് സാമ്പിൾ. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ എന്താണ്, ഈ സ്റ്റാൻഡേർഡ് ഓറൽ ഗ്ലൂക്കോസ് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫാസ്റ്റിംഗ് വാല്യൂ എലോൺ ഈസ് കൺസിഡർ ലെസ് റയബിൾ. അതായത് ഫാസ്റ്റിംഗ് വാല്യൂ വെച്ചിട്ട് മാത്രം നമുക്കത് ഡയബറ്റിക് ആണ് എന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പോസ്റ്റ് പ്രാൻഡിയലും വെച്ചിട്ടാണ് നോക്കേണ്ടത്. അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഉടനെ ഇമ്മീഡിയറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഒരു 2 hours കഴിയുമ്പോഴത്തേക്കിന് അതെങ്ങനെയാണ്, നോർമൽ റേഞ്ചിലാണോ എന്നുള്ളത് നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. അതായത് ഫുഡ് കഴിച്ചിട്ട് 2 hours കഴിഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. സോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, 2 hours വാല്യൂ ആഫ്റ്റർ 75 gram ഓറൽ ഗ്ലൂക്കോസ്. അതായത് നമ്മൾ 75 gram കാർബോഹൈഡ്രേറ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് 2 hours കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ അത് മാത്രം നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഫാസ്റ്റിങ്ങും കൂടെ നോക്കിയിട്ടാണ് ഡയബറ്റിക് ആണോ അല്ലയോ, അല്ലെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുന്നത്. ഒരു 70 to 100 അല്ലെങ്കിൽ 110 ഇടയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോർമൽ ഒരു ഗ്ലൂക്കോസ് ലെവലാണ്. ഓക്കെ, ഇനി ടാർഗറ്റ് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ സ്ക്രീനിങ് ഓഫ് ദ ഹോൾ പോപ്പുലേഷൻ, അതായത് നമ്മളിപ്പം ഫുൾ പോപ്പുലേഷനെ നമ്മൾ, അതായത് ഇപ്പം ഡയബറ്റിസ് ഉള്ള ഫുൾ പോപ്പുലേഷനെ നമ്മൾ സ്ക്രീൻ ചെയ്യുക എന്നുള്ളത് അത്ര നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. സോ അതിൽ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ടാർഗറ്റ് പോപ്പുലേഷൻ സ്ക്രീനിങ് ആണ് ഏറ്റവും നല്ലത്. അതായത് ഹൈ റിസ്കിലുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് സ്ക്രീൻ ചെയ്യണം. ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഏജ് എബോവ്
40, അതായത് 40 and 40 എബോവ് ഏജ് ഉള്ള ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക്, അതായത് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സിബ്ലിങ്സിനോ ഇങ്ങനെ ഡയബറ്റിക് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാം. പിന്നെ നല്ല ഒബീസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഹൈ റിസ്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് കഴിഞ്ഞ് നമ്മൾ ഡെലിവറി ടൈമിൽ കുട്ടികളുടെ വെയിറ്റ് 4.5 കിലോഗ്രാമിനേക്കാളും കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് 4.5 അത്രയും വലിയ കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഹെവി വെയിറ്റ് ഉള്ള കുട്ടികളെയാണ് ഡെലിവറി ചെയ്ത് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളവരും വുമനും എന്ത് ചെയ്യണം, ഈ ഹൈ റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അവരും ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യണം. പിന്നെ പ്രഗ്നൻസി ടൈമിൽ എക്സസ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടുള്ള വിമൻ ടെസ്റ്റ് ചെയ്യണം. പിന്നെ പ്രീമെച്യൂർ ആയിട്ടുള്ള അതിറോസ്ക്ലിറോസിസ് ഉണ്ടായിട്ടുള്ള പേഷ്യൻസും അത് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഹൈ റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടാർഗറ്റഡ് പോപ്പുലേഷനിൽ വരുന്നത്. ഇപ്പോൾ ഹൈ റിസ്കിൽ വരുന്നത് എന്താണ്? ദോസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് 40 ആൻഡ് ഓവർ, ദോസ് വിത്ത് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിസ്, ദ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ, വുമൺ ഹൂ ഹാഡ് a baby weighing more than 4.5 kilogram, and women who show excess weight gain during pregnancy, and patient with premature atherosclerosis. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹൈ റിസ്ക് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്ന അവർക്കാണ് നമ്മളെപ്പോഴും ഈ ഒരു സ്ക്രീനിങ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പ്രിവെൻഷൻ ആൻഡ് കെയറിലേക്ക് പോവാം. ഫസ്റ്റ് പ്രിവെൻഷൻ, നമുക്കറിയാലോ പ്രിവെൻഷൻ പ്രൈമറി സെക്കൻഡറി വരുന്നുണ്ട്. പ്രൈമറിയിൽ എന്തായിരിക്കും, നമ്മൾ മാക്സിമം അത് വരാതിരിക്കാനാണ് നോക്കുന്നത്, പ്രിവെൻറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്രൈമറി പ്രിവെൻഷനിൽ തന്നെ 2 സ്ട്രാറ്റജീസ് ആണ് വരുന്നത്. ഒന്ന് പോപ്പുലേഷൻ സ്ട്രാറ്റജി, അടുത്തത് ഹൈ റിസ്ക് സ്ട്രാറ്റജി. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. പോപ്പുലേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു പോപ്പുലേഷനിൽ ഈ ഡയബറ്റിക് ആവാൻ ചാൻസ് ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്ക് സ്ക്രീൻ ചെയ്യും. എന്നിട്ട് അവരെ മാക്സിമം നമ്മൾ എന്താക്കും, ആ ഒരു ഡയബറ്റിസ് വരാത്ത രീതിയിലേക്ക് അവർക്ക് നമ്മൾ എൻകറേജ് ചെയ്യിക്കും. അതാണ് population strategy of primary prevention. So the scope of primary prevention of type 1 നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവും. അത് തന്നെ നമുക്ക് ഇപ്പം നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ ഒന്നുമല്ല ടൈപ്പ് 1 ഉണ്ടാവുന്നത്. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എന്താണ് അതിൻ്റെ എക്സാക്ട് കാരണം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. സോ അതിൻ്റെ നോളജ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പ്രിവെൻഷൻ അത്ര പോസിബിൾ അല്ല. നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ടൈപ്പ് 2 ഡയബറ്റിക് ആണ്. അതായത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഡയബറ്റിക് കണ്ടീഷൻസ് ആണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാണ്, അതിൻ്റെ എൻവയോൺമെൻറ്റൽ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഫാക്ടേഴ്സിനെയൊക്കെ നമ്മളൊന്ന് എലിമിനേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ ഈസി ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദർ ഇസ് പ്രസ്സിംഗ് നീഡ് ഫോർ primordially prevention, that is prevention of the emergency of risk factor in the country in which they had not yet appeared. അതായത് ഡയബറ്റിസ് വന്നിട്ടില്ലാത്ത കൺട്രിയാണ്, ബട്ട് അവിടുത്തെ ഇങ്ങനത്തെയൊക്കെ ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷൻ കാരണം എന്താണ്, ഡയബറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവരിൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ആ എൻവയോൺമെൻറ്റൽ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് സപ്രസ് ചെയ്യുക. അപ്പം അവിടെ ഡയബറ്റിസ് വരില്ല. സോ അതാണ് പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ളത് ഒന്ന് നമ്മളുടെ ബോഡി വെയിറ്റ് ഐഡിയലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള അതുപോലെ ഏജ് അനുസരിച്ചുള്ള ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. പിന്നെ ഒരു ഹെൽത്തി ന്യൂട്രീഷണൽ ഹാബിറ്റ് ഫോളോ ചെയ്യുക. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഒരു ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അത് ചെയ്യുമ്പോൾ തന്നെ മിക്ക അസുഖങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ന്യൂട്രീഷണൽ ഹാബിറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുക, പ്രോട്ടീൻ നന്നായിട്ട് ഇൻടേക്ക് ചെയ്യുക, അതുപോലെ ഡയറ്ററി ഫൈബേഴ്സ് നല്ലപോലെ കഴിക്കുക, സ്വീറ്റ് ഫുഡ്സ് അധികം അങ്ങനെ ഓവറായിട്ട് കഴിക്കാതെ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിക്കാം, ബട്ട് സ്വീറ്റ് അതായത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്സും അതേപോലെ വൈറ്റ് ഷുഗേഴ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, ഇനി ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിലും നമുക്ക് ടൈപ്പ് 1ൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ പ്രിവെൻഷൻ എന്ന് പറയുന്ന സാധനമേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഹൈ റിസ്ക് സ്ട്രാറ്റജിയും ദർ ഇസ് നോ സ്പെഷ്യൽ ഹൈ റിസ്ക് സ്ട്രാറ്റജി ഫോർ ടൈപ്പ് 1 ഡയബറ്റിസ്. ബട്ട് നമുക്ക് ഇൻസുലിൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടല്ലോ, അതായത് ടൈപ്പ് 2 നമുക്ക് എന്താണ് വരാനുള്ള ചാൻസ്, ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, പിന്നെ ഓവർ ന്യൂട്രീഷൻ, ഒബിസിറ്റി, ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് മെയിനായിട്ടും ഈ ടൈപ്പ് 2 ഡയബറ്റിസ് വരുന്നത്. അതുപോലെ ആൽക്കഹോൾ കൺസപ്ഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങ് പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ടൈപ്പ് 2 ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
സോ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. NIDDM എന്ന് പറയുന്നത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ്. അതായത് ടൈപ്പ് 2 നമുക്കിപ്പം ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മാറ്റി ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈലാക്കാം, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ എടുക്കുക, വെയിറ്റ് മാനേജ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വഴി വി ക്യാൻ അവോയ്ഡ് ദിസ് ടൈപ്പ് 2 ഡയബറ്റിസ്. പിന്നെ ഡയബറ്റോജനിക് ആയിട്ടുള്ള ഡ്രഗ്സ് ലൈക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്താലും നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതെറോസ്ക്ലറോസിസ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് റിസ്ക് ഫാക്ടേഴ്സിൽ റിസ്ക് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഒരെണ്ണമാണ് പ്രീമച്വർ അതെറോസ്ക്ലറോസിസ്. അപ്പം ഈ അതെറോസ്ക്ലറോസിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സില്ലേ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ലൈക്ക് സ്മോക്കിംഗ്, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ലെവൽ, ഹൈ ട്രൈഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലിസറൈഡ് ലെവൽ, ഇതെല്ലാം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതെറോസ്ക്ലറോസിസും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്താ പറയുക ഹൈ റിസ്ക് സ്ട്രാറ്റജിയിൽ ചെയ്യുന്നത്. അതായത് ഹൈ റിസ്ക് ഗ്രൂപ്പ്, അതായത് ലൈക്ക് ഏജ് 14 ഓവറായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ അതെറോസ്ക്ലറോസിസ് ഉള്ളവർക്ക്, പ്രീമച്യൂർഡ് ആയിട്ടുള്ള അതെറോസ്ക്ലറോസിസ് ഉള്ളത്, അതായത് നമ്മൾ പറഞ്ഞില്ലേ വുമൺ അവർ പ്രഗ്നൻസി ടൈമിൽ അവർ വെയിറ്റ് എക്സസ് ആയിട്ട് ഗെയിൻ ചെയ്ത ഇങ്ങനത്തെ എല്ലാ ക്ലാസ്സസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരിക, അവരുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഡയബറ്റിസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ ആണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ എപ്പോഴും എന്താണ്, ട്രീറ്റ്മെൻറ്റ് ആണ് വരിക. അതായത് ഇപ്പോൾ ഡയബറ്റിസ് ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത്. സോ വെൻ ഡയബറ്റിസ് ഈസ് ഡിറ്റക്റ്റഡ് ഇറ്റ് മസ്റ്റ് ബി അഡിക്വേറ്റ്ലി ട്രീറ്റഡ്. അതാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ വരിക. സോ എങ്ങനെയാണ് മെയിൻ എയിം എന്ന് പറയുന്നത്, ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്താണ്, ബ്ലഡ് ഷുഗർ നോർമലാക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എയിം. So to maintain blood sugar level as close within the normal limit, അതായത് 70 to 110 അല്ലെങ്കിൽ 70 to 100 എന്ത് നിർത്തുക, ബ്ലഡ് ലെവല് നിർത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എയിം എന്ന് പറയുന്നത് എന്താണ്, ഐഡിയൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ സെക്കൻഡറി പ്രിവെൻഷനിൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ലെവല് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും നോർമൽ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ ഐഡിയൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുമാണ്. ആൻഡ് ട്രീറ്റ്മെൻറ്റ് പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ഡയറ്റ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കും, ഒരു ബാലൻസ്ഡ് മീൽസ് കൊടുക്കും, അത് തന്നെ പോർഷൻ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുക. അതായത് ഇപ്പം സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും, ഉച്ചയ്ക്ക് ലഞ്ച് ഹെവി ആയിട്ട് കഴിക്കും, നൈറ്റും ഫുഡ് കഴിക്കും. അതിന് പകരം നമ്മൾ കുറച്ച്, ഇപ്പം നോർമലി നമ്മളിപ്പം 3 ദോശയാണ് രാവിലെ കഴിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദോശ ആദ്യം കഴിക്കുക, പിന്നെ ഒരു 1 or 1.5 hours കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 hours കഴിഞ്ഞ് ഒരു ദോശയും കൂടെ നമുക്ക് കഴിക്കാം. ഇങ്ങനെ ഫ്രീക്വൻസി കൂട്ടിയിട്ട് സ്മോൾ പോർഷൻസ് നമ്മൾ കഴിക്കാം. അപ്പം ഷുഗർ ഉള്ളവരോട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതും അതാണ്. ഒറ്റ ടൈമിൽ നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ബ്ലഡിലേക്ക് അത്രയും ഗ്ലൂക്കോസ് കയറുകയാണ്. സോ അതിനേക്കാളും ഏറ്റവും നല്ല എന്താണ്, ഫ്രീക്വൻസി, അതായത് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറേശ്ശെ സ്മോൾ പോർഷൻ ഓഫ് ഫുഡ് കഴിക്കുക. അതാണ് ഫസ്റ്റ് വൺ, ഡയറ്റ് അലോണിനകത്ത് സ്മോൾ ബാലൻസ്ഡ് മീൽ മോർ ഫ്രീക്വൻ്റ്ലി കഴിക്കുക. രണ്ടാമത്തെ എന്താണ്, ഡയറ്റ് ആൻഡ് ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്. അതായത് ഡയറ്റിൻ്റെ കൂടെ തന്നെ എന്ത് തരും, ഓറലി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആൻറ്റി ഡയബറ്റിക് ഡ്രഗ് തരും. ഇനി അടുത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ്, ഡയറ്റും അതിനോടൊപ്പം ഇൻസുലിൻ കുത്തിവെക്കും. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഒന്ന് ഡയറ്റ് അലോൺ, അല്ലെങ്കിൽ ഡയറ്റ് ആൻഡ് ഓറൽ മെഡിസിൻ, അല്ലെങ്കിൽ ഡയറ്റ് ആൻഡ് ഇൻസുലിൻ. ഓക്കെ, ആൻഡ് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഡയബറ്റീസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻ. നമ്മൾ മെയിനായിട്ട് നമ്മൾ അസോസിയേറ്റഡ് കണ്ടീഷൻസ് വരുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കൊറോണറി ഹാർട്ട് ഡിസീസും റീനൽ ഫെയിലിയേഴ്സും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഡയബറ്റീസ് മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇനി അതിൻ്റെ പുറകിൽ വരുന്ന കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, റൊട്ടീനായിട്ട് ബ്ലഡ് ഷുഗർ ചെക്കപ്പ് ചെയ്യുക, അതായത് യൂറിനിൽ ഉള്ള പ്രോട്ടീൻ കീറ്റോൺസിൻ്റെ എല്ലാം എമൗണ്ട് ചെക്ക് ചെയ്യുക, ബ്ലഡ് പ്രഷർ കറക്റ്റായിട്ട് നോക്കുക, പിന്നെ നമ്മൾ വിഷ്വലി നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ചെക്ക് ചെയ്യുക, ഇതൊക്കെ നമ്മൾ പീരിയോഡിക്കലി ചെയ്യണം. സോ പ്രൈമറി ഹെൽത്ത് കെയർ ഈസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഡയബറ്റിക് പേഷ്യൻറ്റ് സിൻസ് മോസ്റ്റ് കെയർ ഈസ് ഒബ്റ്റെയിൻ അറ്റ് ദിസ് സൈറ്റ്. അതായത് പ്രൈമറി ഹെൽത്ത് കെയറിൽ പോയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അതായത് വലിയ ഹോസ്പിറ്റലിൽ പോയത് ഇങ്ങനത്തെ റെഗുലർ ചെക്കപ്പ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി ഹെൽത്ത് കെയറിൽ നമുക്ക് ചെയ്യാം. ഓക്കെ,
ഇനി അടുത്ത ഒരെണ്ണമാണ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ HB എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ RBCയിൽ ബ്ലഡിലുള്ള RBC ഉണ്ടല്ലോ, റെഡ് ബ്ലഡ് സെൽസ്, ആ ബ്ലഡ് സെൽസിലുള്ള പ്രോട്ടീനാണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. RBCയിലുള്ള പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവർ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് ഈ പ്രോട്ടീൻ. സോ ഈ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് ഒക്കെ കൂടുന്ന സമയത്ത് എന്ത് പറ്റും? ഈ ഹീമോഗ്ലോബിനകത്തോട്ട് എന്താ അറ്റാച്ച് ചെയ്യും? ഗ്ലൂക്കോസ് അറ്റാച്ച് ചെയ്യും. സോ ഇതിനെയാണ് എന്തെന്ന് വിളിക്കാം? ഗ്ലയോക്സിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുക. സോ ദിസ് എമൗണ്ട് ഓഫ് ഗ്ലയോക്സിലേറ്റഡ് ഹീമോഗ്ലോബിൻ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇയർലി ഇൻ്റർവെല്ലിലാണ്, 6 മാസം കൂടിയിരിക്കുമ്പോൾ ഈ ഒരു ടെസ്റ്റ് നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. സോ ദിസ് ടെസ്റ്റ് പ്രൊവൈഡ് എ ലോങ് ടേം ഇൻഡെക്സ് ഓഫ് ഗ്ലൂക്കോസ് കൺട്രോൾ. ഒരു ലോങ് ടേം ഇൻഡെക്സിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ഈ HBയുടെ എമൗണ്ട് നോക്കുന്നത്. ഓക്കെ, അതായത് ഗ്ലയോക്സിലേറ്റഡ് ആയിട്ടുള്ള HBയുടെ എമൗണ്ട് നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടും ചെക്ക് ചെയ്യുന്ന ഒന്നെങ്കിൽ ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് ഇസ് കോംപ്ലെക്സ് ടു സർട്ടൻ ഫ്രാക്ഷൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹീമോഗ്ലോബിനുമായിട്ട് ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? കോംപ്ലെക്സ് ചെയ്യും. അപ്പം എന്ത് പറ്റും? ഈ ബ്ലഡിനകത്ത് ഈ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ കാണാൻ പറ്റും ഈ ഹീമോഗ്ലോബിൻ്റെ കൂടെ. സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെയ്യുന്നത്. ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ എമൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഹാഫ് ഇയർലി ആണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ബാക്കിയെല്ലാം പറഞ്ഞ എന്താണ്? ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. അതുപോലെ നമുക്ക് സ്വയമായിട്ട് എന്ത് ചെയ്യണം? ഒരു കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡറി പ്രിവെൻഷനിൽ സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ വീട്ടിൽ ഇപ്പം വീട്ടിലെ മിക്കവർക്കും എന്തുണ്ടാവാറുണ്ട്? ഡയബറ്റിക് കണ്ടീഷൻസ് വരാറുണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം, എല്ലാവരിലും അല്ല എന്നാലും കാണാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ മാക്സിമം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോമീറ്റേഴ്സ്, അതായത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുന്ന മീറ്റേഴ്സ് വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ പറ്റും. അല്ലെങ്കിൽ കിറ്റൊക്കെ കിട്ടും. അതായത് ഹീമോ ഗ്ലൂക്കോ ടെസ്റ്റ് സ്ട്രിപ്പ് ഉണ്ട്. ആ മെഷീനിലോട്ട് ഈ സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ കൈ ഒന്ന് പഞ്ച് ചെയ്തിട്ട് അതിനകത്ത് ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ലെവൽ അതിനകത്ത് കാണിക്കും, ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് അതിനകത്ത് കാണിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് നോക്കാം നമുക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സെൽഫ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് എല്ലാ പേഷ്യൻറ്റും, അതായത് ഇപ്പം നമ്മളിപ്പോൾ പേഷ്യൻ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ സെൽഫ് കെയർ ആയിട്ട് നമ്മളൊരു റെക്കോർഡ് തന്നെ വെച്ചേക്കണം. ആൻഡ് വി ഷുഡ് ക്യാരി എ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്. ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളെ നെയിം, അഡ്രസ്, ടെലിഫോൺ നമ്പർ ആൻഡ് നമ്മളുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളെ ഹിസ്റ്ററി എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് ഇത് ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ എത്ര ഡോസ് ഇൻസുലിനാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളിങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്താണ് ടേർഷ്യറി പ്രിവെൻഷൻ. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് മേജർ കോസ് ഓഫ് ഡിസബിലിറ്റീസ് ആണ് ത്രൂ ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ്. ലൈക്ക് എന്തൊക്കെയാണ്? ബ്ലൈൻഡ്നെസ് കോസ് ചെയ്യാറുണ്ട് പലരിലും, കിഡ്നി ഫെയിലിയർ കോസ് ചെയ്യുന്നുണ്ട്, കൊറോണറി ത്രോംബോസിസ്, അതേപോലെ ഗാംഗ്രീൻ ഓഫ് ലോവർ എക്സ്ട്രിമിറ്റീസ്, ഇതെല്ലാം എന്ത് ചെയ്യാറുണ്ട്? ഈ ഡയബറ്റീസ് മെലിറ്റസ് കാരണം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സിംപ്ലി ഡയബറ്റീസ് കാരണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ടേർഷ്യറി പ്രിവെൻഷനിൽ നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ട് ഡയബറ്റിക്സിന് വേണ്ടി ഒരു ക്ലിനിക് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ക്ലിനിക് ഉണ്ടാവും. അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളവർക്കും അത് ഹൈ ആയിട്ടുള്ളവർക്കും ഇങ്ങനത്തെ അസോസിയേറ്റഡ് കണ്ടീഷൻസ് വരില്ലേ, അതെല്ലാം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിനിക്ക് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ടേർഷ്യറി ലെവൽ ഓഫ് പ്രിവെൻഷനിൽ പറയുന്നത്. So the objective at the tertiary level is to organize specialized clinic and unit capable of providing diagnostic and management skill of a high order. Okay. അപ്പോൾ അതായത് ഹൈ ലെവലിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പം അതിനെ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഉള്ള ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കാണ് ഈ ടേർഷ്യറി ലെവലിൽ നമ്മൾ നോക്കുന്നത്. Okay, so there is a great need to establish such clinics in large towns and cities. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാണാം? ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടണം, അതേപോലെ ക്ലിനിക്കൽ ടെക്നിക്സ് ഒക്കെ ഉണ്ടായിരിക്കണം, പിന്നെ എപ്പിഡോമോളജിക്കൽ റിസർച്ച് നടത്താൻ പറ്റുന്ന ഒരു ഏരിയ ഒക്കെ ആയിരിക്കണം ഇത്. ആൻഡ് ഇറ്റ് ഹാസ് ഓൾസോ ബി റെക്കമെൻഡഡ് ദാറ്റ് ലോക്കൽ ആൻഡ് നാഷണൽ രജിസ്ട്രീസ് ഫോർ ഡയബറ്റീസ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടുള്ള പ്രിവെൻഷനിൽ വരുന്നത്.
ഇത് നമ്മൾ നോക്കുന്നതാണ് ഇൻഡിവിജ്വൽ ഇൻ്റർവെൻഷൻസ് ഇൻ ഡയബറ്റീസ് വിത്ത് എവിഡൻസ് ഓഫ് എഫിക്കസി. അതായത് നമ്മൾ ഓരോന്നും ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എന്താണ് ഡയബറ്റീസിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷൻസ് ഫോർ പ്രിവെൻറ്റിംഗ് ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻ പീപ്പിൾ ഓഫ് ഹൈ റിസ്ക്. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് നോക്കി റിഡക്ഷൻ ഓഫ് 35 to 58% ആണ് വന്നിരിക്കുന്നത്. ഇനിയും മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് ഡയബറ്റീസിന് വേണ്ട ഒരു മെഡിസിൻ ആണ് കേട്ടോ. അപ്പോൾ ആ മെഡിസിൻ നമ്മൾ ഫോർ പ്രിവെൻറ്റിംഗ് ടൈപ്പ് 2 ഡയബറ്റീസ് ഫോർ പീപ്പിൾ അറ്റ് ഹൈ റിസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് റിഡക്ഷൻ ഓഫ് 25 to 31% ഇൻ ഇൻസിഡൻസ് ആണ് ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കിട്ടുന്നത്. ഇനി ഗ്ലൈക്കമിക് കൺട്രോൾ ഇൻ പീപ്പിൾ വിത്ത് HbA1c, അതാണ് നമ്മൾ പറഞ്ഞ ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ 90, അതായത് നമ്മൾ ഈ ഇങ്ങനെ ലെവല് 99%-നെക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യണം. അതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ക്യാൻ റെഡ്യൂസ് 30% റിഡക്ഷൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ഇൻ പീപ്പിൾ ഹൂസ് പ്രഷർ ഈസ് ഹയർ ദാൻ 130/80. 130/80 mmHg-നെക്കാളും ഹയർ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്ത് നോർമലിലേക്ക് കൊണ്ടുവരുമ്പോൾ റിഡക്ഷൻ ഓഫ് 35% ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കിയേ, ആനുവൽ ഐ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് എന്ത് പറ്റും, ആനുവലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഐക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡയബറ്റീസും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ അതുവഴി വി ക്യാൻ റെഡ്യൂസ് 60 to 70% ഇൻ സീരിയസ് വിഷൻ ലോസ്. സീരിയസ് വിഷൻ ലോസ് നമുക്ക് 60 to 70% റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആനുവലായിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഫുഡ് കെയർ ഇൻ പീപ്പിൾ വിത്ത് ഹൈ റിസ്ക് ഓഫ് അൾസേഴ്സ്. ഹൈ റിസ്ക് ഓഫ് അൾസേഴ്സ് ഉള്ളവർക്ക് ഫുഡ് കെയർ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ റെഡ്യൂസ് ദാറ്റ് ഫുഡ് ഡിസീസസ് ടു 50 to 60%. 50 to 60% റിഡക്ഷൻ നമുക്ക് പോസിബിൾ ആണ്. പിന്നെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ യൂസ് ഇൻ ഓൾ പീപ്പിൾ വിത്ത് ഡയബറ്റീസ്, ദെൻ ഇറ്റ് ക്യാൻ റെഡ്യൂസ് 42%. 42% നെഫ്രോപ്പതിയും 22% കാർഡിയോവാസ്കുലർ ഡിസീസസിലും ഡ്രോപ്പ് വരുന്നുണ്ട് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഇതാണ് ഓരോന്ന് യൂസ് ചെയ്യുന്ന അനുസരിച്ച് എത്ര റിഡക്ഷൻ വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ചതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, so first one is, what is the most commonly used test in medical practice for detecting the diabetes? ഡയബറ്റീസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ മെഡിക്കൽ പ്രാക്ടീസ് ഏതാണ്, ടെസ്റ്റ്? അത് ഏതാണ്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ്, HbA1c ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ആഫ്റ്റർ എ മീൽ, റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ്. ഇതിലേതാ ചെയ്യുക? ദറ്റ് ഇസ് യൂറിൻ ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ആഫ്റ്റർ എ മീലാണ് ചെയ്യുന്നത് അല്ലേ, അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ യൂറിൻ ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ഈസ് ട്രൂ? യൂറിൻ ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസുമായിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിലേതാണ്? ഇറ്റ് ഹാസ് ഹൈ സെൻസിറ്റിവിറ്റി ഫോർ ഡിറ്റക്ടിങ് ഓൾ കേസസ് ഓഫ് ഡയബറ്റിസ്. ഇറ്റ് ക്യാൻ മിസ് മൈൽഡർ ഫോംസ് ഓഫ് ഡയബറ്റിസ്. ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ബ്ലഡ് ഷുഗർ ടെസ്റ്റ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ സ്ക്രീനിങ് ഡയബറ്റിസ് ഇൻ ഓൾ കേസസ്. അപ്പോൾ ഇതിൽ ട്രൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് എ ഹൈ സെൻസിറ്റിവിറ്റി. ഹൈ സെൻസിറ്റിവിറ്റി ആണോ? അല്ലല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു അതിനെന്താണ്, കുറച്ച് ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ സിവിയർ കേസസിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് ഡയബറ്റിസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക. അല്ലാതെ ഓൾ കേസസിൽ ഹൈ സെൻസിറ്റിവിറ്റി അതിനില്ല. ഇറ്റ് ക്യാൻ മിസ് മൈൽഡർ ഫോംസ് ഓഫ് ഡയബറ്റിസ്. അത് ട്രൂ ആണല്ലേ. മൈൽഡർ ആയിട്ടുള്ള കണ്ടീഷൻ അവർ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ആൻഡ് ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ആണോ? അല്ല. ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ സ്ക്രീനിങ് ഡയബറ്റിസ് ഇൻ ഓൾ കേസസ്. അത് നമുക്ക് യൂറിൻ വെച്ചിട്ട് പറ്റില്ല, നമുക്കല്ലാതെ ഓറൽ ടെസ്റ്റ് തന്നെ ചെയ്യേണ്ടി വരും. ഗ്ലൂക്കോസ് ഓറൽ ഗ്ലൂക്കോസ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ മിസ് മൈൽഡർ ഫോംസ് ഓഫ് ഡയബറ്റിസ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് കൺസിഡർ ദ cornerstone of diabetes diagnosis due to the inadequacies of urine test. അപ്പം ഇൻഅഡിക്വൻസി ആണല്ലോ യൂറിൻ ടെസ്റ്റ്, നമുക്ക് പ്രോപ്പറായിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ മാത്രമാണ് യൂറിനകത്ത് എന്ത് വരിക, ഗ്ലൂക്കോസ് വരുന്നത്. സോ അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? റാൻഡം ഗ്ലൂക്കോസ് ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, HbA1c ടെസ്റ്റ്, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ടെസ്റ്റ്. ഏതാണ്? സ്റ്റാൻഡേർഡ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ,
For epidemiological purposes, which value is most commonly used in glucose tolerance test? ഏത് വാല്യൂ ആണ് നമ്മൾ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക? ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് വാല്യൂ, 1 hour പോസ്റ്റ് ഗ്ലൂക്കോസ് വാല്യൂ, 2 hour വാല്യൂ ആഫ്റ്റർ 75 gram ഓറൽ ഗ്ലൂക്കോസ്, റാൻഡം ഗ്ലൂക്കോസ് ലെവൽ. ഏതാണ് നമ്മൾ ചെയ്യുക? ദാറ്റ് ഈസ് 2 hour ആഫ്റ്റർ 75 gram ഓറൽ ഗ്ലൂക്കോസ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡർ എ ഹൈ റിസ്ക് ഗ്രൂപ്പ് ഫോർ ഡയബറ്റിസ് സ്ക്രീനിങ്? ഡയബറ്റിസ് സ്ക്രീനിങ്ങിൽ ഹൈ റിസ്ക് ഗ്രൂപ്പ് അല്ലാത്തത് ഇതേതാണ്? നോട്ടാണ്. Individual aged 40 and over, people with a family history of diabetes, individual who exercise regularly, women who had a baby weighing more than 4.5 kg. ഏതാണ്? who exercise regularly, അത് റിസ്ക് ഫാക്ടർ ആണോ? അല്ല അല്ലേ, അല്ലെങ്കിൽ റിസ്ക് ഗ്രൂപ്പ് അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ റെഗുലറായിട്ട് സ്ക്രീനിങ് ചെയ്യണം എന്ന് ഇല്ല. നെക്സ്റ്റ് വൺ, വിച്ച് സ്ട്രാറ്റജി ഫോക്കസ് ഓൺ ദ എൻറ്റയർ പോപ്പുലേഷൻ ടു പ്രിവെൻറ്റ് ടൈപ്പ് 2 ഡയബറ്റിസ്? ടൈപ്പ് 2 ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി, അതായത് എൻറ്റയർ പോപ്പുലേഷനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഏതാണ്? ഹൈ റിസ്ക് സ്ട്രാറ്റജി, പോപ്പുലേഷൻ സ്ട്രാറ്റജി, ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജി, ഇൻഡിവിജ്വൽ സ്ട്രാറ്റജി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എൻറ്റയർ പോപ്പുലേഷൻ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് തന്നെ നോക്കണം? പോപ്പുലേഷൻ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്. പോപ്പുലേഷൻ സ്ട്രാറ്റജി. Next one, which of the following is not a recommended preventive measure for type 2 diabetes? അതായത് ടൈപ്പ് 2 ഡയബറ്റിസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ റെക്കമെൻഡഡ് പ്രിവെൻറ്റീവ് മെഷർ അല്ലാത്തത് ഇതിലേതാണ്? ഹൈ ഇൻടേക്ക് ഓഫ് ഡയറ്ററി ഫൈബർ, അവോയ്ഡ് സ്വീറ്റ് ഫുഡ്, കൺസ്യൂമിങ് ഹൈ എമൗണ്ട് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ്, മെയിൻറ്റൈനിങ് നോർമൽ ബോഡി വെയ്റ്റ്. ഇതിലേതാണ്? കൺസ്യൂമിങ് ഹൈ ലെവൽ ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് നോട്ട് റെക്കമെൻഡഡ്. എപ്പോഴും പോളി അൺസാച്ചുറേറ്റഡ് ആണ് നോക്കേണ്ടത്. അതും ഏതാണ്? പോളി അൺസാച്ചുറേറ്റഡ് ആണ് കൂടുതൽ നല്ലത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വൈ ഈസ് ദ ഹൈ റിസ്ക് സ്ട്രാറ്റജി ഫോർ പ്രിവെൻറ്റിംഗ് ടൈപ്പ് 1 ഡയബറ്റിസ് കൺസിഡർ ലിമിറ്റഡ്? എന്തുകൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റിസിൻ്റെ ഹൈ റിസ്ക് സ്ട്രാറ്റജി ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? പ്രിവെൻറ്റീവ് മെത്തേഡ്. കാരണം ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്, ഇറ്റ് റിക്വയർസ് അഡ്വാൻസ് ടെക്നോളജി, കറന്റ് നോളജ് ഡസ് നോട്ട് സപ്പോർട്ട് ഇറ്റ്സ് എഫക്റ്റീവ്നെസ്, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾഡർ പോപ്പുലേഷൻ. ഏതാണ്? ഒന്ന്, നമുക്കിപ്പോൾ കറക്റ്റ് നോളജ് ഇല്ല അല്ലേ, അതിന് എഫക്റ്റീവായിട്ടുള്ള കറന്റ് നോളജ് നമുക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ പ്രിവെൻഷൻ ഇല്ലാത്തത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ കീ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് റെക്കമെൻഡഡ് ഫോർ റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ടൈപ്പ് 2 ഡയബറ്റിസ്? ടൈപ്പ് 2 ഡയബറ്റിസ് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവരുന്ന ഒരു കീ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഏതാണത്? കൺസ്യൂമിങ് ലോ പ്രോട്ടീൻ ഡയറ്റ്, അവോയ്ഡിങ് ആൽക്കഹോൾ, ഇൻക്രീസിങ് സോൾട്ട് ഇൻടേക്ക്, അവോയ്ഡിങ് ഓൾ കാർബോഹൈഡ്രേറ്റ്. ഏതാണ് ചെയ്യേണ്ടത്? അവോയ്ഡ് ആൽക്കഹോൾ. ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് യൂസ് ചെയ്യുക, ഡിക്രീസ് സോൾട്ട് ഇൻടേക്ക്. അതേപോലെ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യരുത്. നമുക്ക് എനർജിക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. സോ നമുക്ക് വേണ്ട ലെവലിൽ കാർബോഹൈഡ്രേറ്റ് കൺസ്യൂം ചെയ്യാം. ഓക്കെ, which of the following is a component of secondary prevention for diabetes? Secondary prevention component ഇതിലേതാണ്? Genetic screening, avoid all forms of sugar, routine monitoring of blood glucose level, complete abstinence from physical activity. ഏതാണ്? നമ്മൾ റെഗുലർ ആയിട്ട് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് പ്രിവെൻഷനിൽ വരുന്നത്. ഓക്കെ, what is the aim of treatment for diabetes according to secondary prevention principle? Secondary prevention principle അനുസരിച്ച് aim of treatment of diabetes എന്താണ്? Maintain blood glucose level within normal limit, increase body weight significantly, avoid all medication, perform only annual blood glucose test. ഏതാണ്? നമ്മൾ എന്തിനാണ് മെഡിസിൻ കഴിക്കുന്നത്? മെഡിസിൻ കഴിക്കുക അല്ലെങ്കിൽ ഡയറ്റ് പ്രോപ്പറായിട്ട് എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടു മെയിൻറ്റെയിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, വിത്തിൻ ദ നോർമൽ റേഞ്ച്. നോർമൽ റേഞ്ചിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഡിസിൻസ് അല്ലെങ്കിൽ സെക്കൻഡറി പ്രിവെൻഷൻ മെത്തേഡ്സ് എടുക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ്ഡ് ടു ആക്സസ് ലോങ് ടേം ഗ്ലൂക്കോസ് കൺട്രോൾ ഇൻ ഡയബറ്റിക് പേഷ്യൻറ്റ്? ലോങ് ടേം ഗ്ലൂക്കോസ് കൺട്രോളിന് വേണ്ടി നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ്, യൂറിൻ ഗ്ലൂക്കോസ് ടെസ്റ്റ്, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ്, കൊളസ്ട്രോൾ ടെസ്റ്റ്. ഏതാണ് നമ്മൾ ചെയ്യുക? ഗ്ലൈക്കേറ്റഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോലിലേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. HbA1c ആണ് നമ്മൾ ചെയ്യുന്നത്. ഹൗ ഓഫൺ ഷുഡ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ലെവൽ ബി ചെക്ക്ഡ് ഇൻ
ഡയബറ്റിക് പേഷ്യൻറ്റ്. ഡയബറ്റിക് പേഷ്യൻറ്റിൽ ഗ്ലൈക്കേറ്റഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എത്ര ഫ്രീക്വൻ്റ്ലി ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? മന്ത്ലി, ക്വാർട്ടർണറി, ഹാഫ് ഇയർലി, ആനുവലി. എപ്പോഴാണ് ചെയ്യേണ്ടത്? ഹാഫ് ഇയർലി ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. 6 മാസം കൂടുമ്പോഴാണ് അത് ടെസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. വാട്ട് ഈസ് ദ റോൾ ഓഫ് സെൽഫ് കെയർ ഇൻ ഡയബറ്റിസ് മാനേജ്മെൻറ്റ്? ഡയബറ്റിസ് മാനേജ്മെൻറ്റിൽ സെൽഫ് കെയറിൻ്റെ മെയിൻ റോൾ എന്താണ്? ടു റിലൈ സോൾലി ഓൺ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഫോർ മോണിറ്റർ, to conduct home blood glucose monitoring and adjust lifestyle accordingly, to eliminate the need for professional medical care, to only check glucose level when symptom arise. ഏതിനു വേണ്ടിയാണ്? നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതനുസരിച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെൽഫ് കെയർ ചെയ്യേണ്ടത്. Which method has greatly aided the assessment of blood glucose control at home? ഏതാണ് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അറ്റ് ഹോം? സ്റ്റാൻഡേർഡ് യൂറിൻ ടെസ്റ്റ്, ഹീമോഗ്ലൂക്കോ ടെസ്റ്റ്, സ്ട്രിപ്പ് ആൻഡ് ഗ്ലൂക്കോമീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മീറ്റർ, ആനുവൽ ബ്ലഡ് ഗ്ലൂക്കോസ് സ്ക്രീനിങ്, ജനറ്റിക് ടെസ്റ്റിംഗ്. ഏതാണ് ചെയ്യുക? ഹീമോഗ്ലൂക്കോ ടെസ്റ്റ് സ്ട്രിപ്സും അതേപോലെ ഗ്ലൂക്കോമീറ്ററും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Which of the following is a primary goal of tertiary prevention in diabetes care? ഡയബറ്റിസ് കെയറിലെ tertiary preventionൻ്റെ primary goal എന്താണ്? Detection of new diabetic cases, treatment with only herbal remedies, establishing specialized diabetic clinic, avoiding any form of medical intervention. ഏതാണ്? ഡയബറ്റിക് ക്ലിനിക്കിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഡയബറ്റിക് ക്ലിനിക്കിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അവർ ചെയ്യുന്നത്. Which diabetic complication is not a focus for tertiary prevention clinic? tertiary prevention clinicൻ്റെ ഫോക്കസ് അല്ലാത്തത് ഏത് കോംപ്ലിക്കേഷനാണ്? ബ്ലൈൻഡ്നെസ്, കിഡ്നി ഫെയിലിയർ, ഇൻക്രീസ്ഡ് മസിൽ മാസ്, കൊറോണറി ത്രോംബോസിസ്. ഏതാണ്? ഇൻക്രീസ്ഡ് മസിൽ മാസ്. അതൊരു കണ്ടീഷൻ അല്ലെങ്കിൽ അത് ഡയബറ്റീസും ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനേ അല്ല. ഓക്കെ. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡയബറ്റിക് പേഷ്യൻറ്റ് ടു ക്യാരി ആൻ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്? എന്തിനാണ് ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ക്യാരി ചെയ്യേണ്ടത്? ടു അവോയ്ഡ് പേയിങ് ഫോർ മെഡിക്കൽ സർവീസ്, ഫോർ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ് ഇൻ എമർജൻസീസ് ആൻഡ് ടു പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്, ടു പ്രിവെൻറ്റ് ഡോക്ടേഴ്സ് ഫ്രം ഡയഗ്നോസിങ് ദം ആസ് ഡയബറ്റിക്, ടു അവോയ്ഡ് ഹാവിംഗ് ടു ക്യാരി അതർ ഫോംസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. ഏതാണ്? ടു ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ് ഇൻ എമർജൻസീസ് ആൻഡ് പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്. What should be included in a diabetic patient's routine checkup for secondary prevention? Secondary preventionൽ include ചെയ്യേണ്ടത് ഇതിലേതാണ്? Only blood glucose level, blood pressure, urine for protein and ketone, visual acuity and weight and diet history only, cholesterol and liver function test exclusively. ഇതിലേതാണ് നമ്മൾ ചെയ്യേണ്ടത്? സെക്കൻഡറി പ്രിവെൻഷനിൽ ബ്ലഡ് പ്രഷറും യൂറിൻ എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യണം. Next one, what is one recommended intervention for high-risk individual to prevent atherosclerosis and its complication? Atherosclerosis prevent ചെയ്യാനുള്ള ഒരു recommended intervention എന്താണ്? Avoiding physical exercises, reducing smoking and control blood pressure, consuming high-fat diet, reducing dietary fiber intake. ഇതിലേതാണ്? Reducing smoking and controlling blood pressure ആണ് കേട്ടോ. Reducing smoking and controlling blood pressure. Next one, which of the following statement is or are correct? Correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിലേതാണ്? Urine test for glucose are highly sensitive method for detecting all cases of diabetes. That is wrong. The oral glucose tolerance test is considered the cornerstone for diagnosing diabetes. അത് true ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Screening of the entire population for diabetes is the most effective approach. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്? സ്ക്രീനിങ് ഓഫ് എൻ്റയർ പോപ്പുലേഷൻ മോസ്റ്റ് എഫക്റ്റീവ് അപ്രോച്ച് ആണോ? അല്ല അല്ലേ. ഹൈ റിസ്ക് ആയിട്ടുള്ളവരെ സ്ക്രീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ടു ഓൺലി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് ഇതിലേതാണ്? ഇൻഡിവിജ്വൽ ഏജ്ഡ് 40 ആൻഡ് ഓവർ ആർ കൺസിഡർ ഹൈ റിസ്ക് ഫോർ ഡയബറ്റിസ് ആൻഡ് ഷുഡ് ബി സ്ക്രീൻഡ്. അത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. The 2 hours glucose value after consuming 75 gram of glucose is commonly used for epidemiological purpose. അതും ട്രൂ ആണ്. Gestational diabetes only affect the mother and has no impact on the child future health. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ്. 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? എ പോപ്പുലേഷൻ സ്ട്രാറ്റജി ഫോർ പ്രിവെന്റിംഗ് ഡയബറ്റീസ് ഇൻവോൾവ് ടാർഗറ്റിംഗ് ദ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽ. ഹൈ റിസ്ക് ഇൻഡിവിജ്വലിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Type 1 diabetes prevention is limited due to the lack of knowledge and appropriate intervention. അത് കറക്റ്റ് ആണ് അല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹൈ ഡയറ്ററി ഫൈബർ ഇൻടേക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് റെഡ്യൂസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ടൈപ്പ് 2 ഡയബറ്റിസ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൺലി വൺ മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. പോപ്പുലേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യും. Which of the following statement is or are incorrect? Incorrect ആണ്. Home blood glucose monitoring is an essential component of secondary prevention for diabetes. Secondary prevention ഒരു essential component ആണ് home blood glucose monitoring. The glycated hemoglobin test provided a short-term index of blood glucose control. അത് wrong ആയിട്ടുള്ള തന്നെ long term ആണ് ഇത് തരുന്നത്. Tertiary prevention focus on early diagnosis of diabetes to prevent complication. അത് tertiary prevention ഉള്ളതല്ല. So 2 and 3 ആണ് wrong ആയിട്ടുള്ള statement. Next one, which of the following statement is or are correct? Correct ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്? Establishing diabetic clinic in large town and city is part of tertiary prevention. It is true. Physical inactivity is not considered a risk factor for type 2 diabetic development. Is not എന്നാണ് പറഞ്ഞിരിക്കുന്നത്. It is a wrong statement. High intake of saturated fat is recommended for preventing type 2 diabetes. No. High intake of polyunsaturated ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് 1 മാത്രമാണ്. ബാക്കി എല്ലാം എന്താണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത്രയാണ് ഡയബറ്റിക്സുമായിട്ട് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. എന്താണ് ഡയബറ്റിസ്, ടൈപ്പ് ഓഫ് ഡയബറ്റിസ്, പിന്നെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടാണ് ഡയബറ്റിസ് ഉണ്ടാവുന്നത്, പിന്നെ സ്ക്രീനിങ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡയബറ്റിസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടൈപ്പ് നന്നായിട്ട് നോക്കി വെച്ചേക്കുക. ആൻഡ് ദ കോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെ കൊണ്ടാണ് ഡയബറ്റിസ് വരുന്നത്. അപ്പോൾ ഈ 2 കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ടോപ്പിക്ക് ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.